മാതൃഭൂമിയും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ 1000 വീടുകൾ പൂർത്തിയായി. 1000 വീടെന്ന പ്രഖ്യാപന ചടങ്ങ് കാക്കനാട് ചിറ്റലപ്പള്ളി സ്ക്വയറിൽ നടക്കുകയാണ്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് MD ശ്രേയാംസ് കുമാർ സംസാരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഇത്തരത്തിൽ പ്രവർത്തനം നടത്താൻ വേണ്ടി മുന്നോട്ട് വന്ന അദ്ദേഹത്തെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അത് സമൂഹത്തിന് മാതൃകയാണ്. മറ്റുള്ളവരും അദ്ദേഹം ചെയ്യുന്നതിൻ്റെ 5% ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ സമൂഹത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അങ്ങേക്ക് എല്ലാവരുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിന് തങ്ങളുടെ കുടുംബത്തിലുണ്ടാവുന്ന ഞാൻ അവസരത്തിൽ പറയുകയാണ്. അപ്പം 1000 വീടിൻ്റെ പൂർത്തീകരിക്കാനോടെ 2ാം ഘട്ടത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതിപ്പം ഏകദേശം 600ഓളം വീടുകളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമില്ലാത്തൊരു സ്ഥലം കണ്ടെത്തുകയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ നൽകുന്ന പണം കൊണ്ട് വീട് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ അത് അവരുടെ കൂടി ഒരു പദ്ധതിയായിട്ടാണ് ഏറ്റെടുത്തത്. എല്ലാ സ്ഥലങ്ങളും കർമ്മസമിതികൾ അവർ കൂടി ആ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശവാസികൾ സൗജന്യമായി ആ വീടിൻ്റെ ജോലി എടുക്കുന്നു, പണം പിരിച്ചു നൽകുന്നു. സ്ഥലം വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് സൗജന്യമായ സ്ഥലം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സമൂഹം കൂടി ഇത് ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ കാണുന്ന അനുഭവങ്ങൾ വരെയാണ്. ഇപ്പോൾ ജോസ് ഭാസ്കർ, അതുപോലെ ജയരാജനും വിനോദെല്ലാം തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ കാണുന്ന ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ജീവിതത്തിൽ നമ്മൾക്ക് എത്ര ഭാഗ്യവാന്മാരാണ്. എൻ്റെ അച്ഛനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ മുകളോട്ട് നോക്കിയിട്ട് ഞാനതായാലും പറഞ്ഞ് താഴെ നോക്കുക, അവരെ കാണുന്ന ഇത്രയോ ഇതിൽ നിൽക്കുന്നില്ല, അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അവരെ നോക്കി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പണികൾ കയറാൻ വേണ്ടി എപ്പോഴും മുകളിൽ നോക്കി നോക്കല്ല വേണ്ടത്. നമ്മളുടെ സൗകര്യമില്ലാത്ത കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരെ നോക്കുക, അതാണ് അതിൽ പഠിക്കേണ്ടത്. അതാണ് സത്യം. ഇവിടെ കണ്ട ചില ദൃശ്യങ്ങൾ ഇവിടെ ജയരാജ് പറഞ്ഞ പോലെ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു പദ്ധതി സുദീപാണ് ആദ്യമായിട്ട് നമ്മൾ ഈ കാര്യം പറയുന്നത്. ജയരാജ് സുദീപ് നടന്ന ചർച്ചയുടെ ഭാഗമായിട്ട് അപ്പോൾ തന്നെ നമ്മൾ ബന്ധപ്പെട്ട് അതിൻ്റെ MOU ഉണ്ടാക്കി സുതാര്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനൊപ്പം തന്നെ മാതൃഭൂമിയുടെ ജീവനക്കാർ അതൊരു വാക്ക് പറയാതെ തരമില്ല. കാരണം അവരെല്ലാം തന്നെ ഇതൊരു സേവനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മാതൃഭൂമിയുടെ DNA അതുണ്ട്. സമയം അവരുടെ ജനാനുള്ളവരെ സമയം നോക്കാതെ, മഴയോ വെയിലോ നോക്കാതെ അർഹതപ്പെട്ടവരെ കണ്ടെത്തി മാനേജർമാർ, നമ്മുടെ പാർട്ട് ടൈം കറസ്പോണ്ടൻസ്, ലൈനേഴ്സ്, ലേഖകന്മാർ, ഏജന്റുമാർ, അങ്ങനെയാണ് വലിയൊരു മാതൃഭൂമിയുടെ കുടുംബം. അവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗുണഭോക്താക്കളെ കണ്ടെത്താനും അതുപോലെ തന്നെ സമയബന്ധിതമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും വീട് പണി നടക്കുന്ന സമയത്ത് അവിടെ പോയി അതിൻ്റെ പ്രവർത്തനം വിലയിരുത്താനും പോരായ്മകൾ പരിഹരിക്കാനും എല്ലാം തന്നെ വലിയൊരു ടീം തന്നെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കൊണ്ട് എല്ലാവിധ സഹായ സഹകരണവും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ നൽകിയിട്ടുണ്ട്. ശരിക്കും ഒരു ടീമിനൊരു ലീഡർ ഉണ്ടാവണം. ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ 1000 വീടുകളാണ് പൂർത്തിയായിരിക്കുന്നത്. ആ ചടങ്ങ് ഇപ്പോൾ കൊച്ചിയിൽ ചിറ്റലപ്പള്ളി സ്ക്വയറിൽ നടക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.